അപ്പോൾ ഇതാണ് UE5R നമുക്ക് ഇതൊരു ഈ ബോക്സിൻ്റെ ഒരു ഔട്ടർ ലുക്ക് എന്ന് പറയുന്ന ഇതാണ്. ഈ ഒരു മോഡലാണ് നമ്മുടെ കയ്യിലേക്ക് ഈ ബോക്സ് കിട്ടുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഫർദർ നോക്കാം. അപ്പോൾ ഒരു ബേസിക് ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഫോങ്ങിൻ്റെ UV5R VHF UHF റേഡിയോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ പാക്കേജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ്. അൺബോക്സ് ചെയ്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് എൻ്റെ കയ്യിലേക്ക് റേഡിയോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിൽ ഉള്ള സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ റേഡിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററി, പിന്നെ പ്രോഗ്രാം കേബിളും അതിൻ്റെ ഡിസ്കും കൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇതാണ് സംഭവം. അപ്പം അതിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ഇതാണ് അഡാപ്റ്റർ. ഇനി ഇതിനകത്ത് വരുന്നത്, ബോക്സിനകത്ത് വരുന്നത് ഒരു ആൻറ്റിനയാണ്. ഒരു ഡബർ ഡാക്കി ആൻറ്റിന ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് മാനുവലാണ്. യൂസർ മാനുവൽ, ബില്ല്, ഇത്ര സാധനങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഇതൊക്കെ ജസ്റ്റ് പെട്ടി സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഇപ്പോൾ നിങ്ങളിത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വന്നതുകൊണ്ടിട്ട് നമുക്ക് ഈ പ്രോഗ്രാം കേബിളിൻ്റെ ആവശ്യതയില്ല. സോ അതുകൊണ്ട് അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ റേഡിയോ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ റേഡിയോ വരുന്നത്. ഇത് ബാറ്ററിയാണ്. 1800 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പവർ വരുന്നത്. ലിഥിയം ബാറ്ററിയാണ്. ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് സാധാരണഗതിയിൽ വരുമ്പോൾ ഈ ക്ലിപ്പൊന്നും ഉണ്ടാവില്ല. ക്ലിപ്പൊക്കെ ഓൾറെഡി നമ്മൾ ഇട്ടതാണ്. ഇത് കൂടാതെ തന്നെ ഇതാണ് ഇതിൻ്റെ പൊതുവെയുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ആൻറ്റിന നോക്കാം. ആൻഡ് വെച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്.
കഴിയുമ്പോൾ ഇവിടെ പച്ചയാണെങ്കിൽ ചാർജ് കയറുന്നുണ്ടെന്ന് അർത്ഥം, റെഡ് ആണെങ്കിൽ ചാർജ് കയറുന്നുണ്ടെന്ന് അർത്ഥം. ഒരു പവർ ഇൻഡിക്കേഷൻ LED ആണ്. പിന്നെ വെച്ച് നമുക്ക് ഡെസ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനും ചാർജ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ കോർത്തി ജസ്റ്റ് പിടിക്കാനായിട്ട് നല്ല ഇതുണ്ടാവും. പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇതിനകത്ത് സൈഡിൽ വരുന്നത് ഇതാണ് അതിൻ്റെ പുഷ് ടു ടോക്ക് ബട്ടൺ വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഓപ്പണിങ്ങിൽ നമുക്ക് മൈക്കും പ്രോഗ്രാം കേബിളും കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. സാധാരണ രീതിയിൽ ഇത് എക്സ്ട്രാ ആണ് വരുന്നത്. നമ്മളത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യണം. ബാറ്ററി ഊരിന് ശേഷം സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ നെക്കി പിടിച്ചിട്ട് ഇങ്ങനെ പുറകിലേക്ക് വലിച്ചു വരുവാണ് ചെയ്യണം. ഇത് ഓണായി. അപ്പോൾ പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് പാനൽ നോക്കുവാണെങ്കിൽ ഇത് ഫ്രീക്വൻസി മോഡും മെമ്മറി ചാനലും മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ്. ഇതിപ്പോൾ ചാനൽ മോഡിലേക്ക് മാറി. ഓൾറെഡി പ്രോഗ്രാം ചെയ്ത ഒരു ഇതാണ്. ഇതിവിടുത്തെ ലോക്കൽ റിപ്പീറ്ററുമായിട്ട് കണക്ട് ചെയ്താണ്. ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇത് വരുന്നത് നമുക്ക് ഇപ്പൊ ഡബിൾ ഒരേ സമയത്ത് തന്നെ 2 ചാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചാനൽ മാറ്റാൻ വേണ്ടി കിടപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അപ്പൊ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് 2 ഫ്രീക്വൻസി ഇട്ടിട്ട് നമുക്ക് 2ലേക്ക് മാറി ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ ഒരു സ്വിച്ച് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ബാൻഡാണ്. ഇത് VHF UHF ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡ് വിട്ടാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 447 എന്ന് പറയുന്ന UHF ഫ്രീക്വൻസിയിലേക്ക് മാറി. ഇത് നോർമലി ഇതായിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ്. നമുക്ക് ഇതിനകത്തൊരു 136 മെഗാഹെർട്സ് മുതൽ 176 മെഗാഹെർട്സ് വരെയാണ് ഇതിന്റെ VHF ഫ്രീക്വൻസി വരുന്നത്. UHF ഫ്രീക്വൻസി വരുന്നത് 400 to 520 മെഗാഹെർട്സ് വരെയാണ് ഇതിന്റെ UHF ഫ്രീക്വൻസി വരുന്നത്. പിന്നെ ഈ സൈഡിൽ വരുന്നത് ഒരു റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ വോയിസ് ആക്കുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് വരുന്നത്. പറ്റുന്നൊരു സംഭവമാണ് ഈ സംഭവം വരുന്നത്. പിന്നെ സെയിം ഈ ബട്ടണിൽ തന്നെ നമുക്കൊരു അലാം വരുന്നുണ്ട്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലാറം ലൈറ്റുമായിട്ട് ഒരു SOS അലാറം ഉണ്ടാവും, SOS ലൈറ്റും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇത് ടോർച്ചാണ്. ഇത് ടോർച്ചിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. SOS ലൈറ്റാണ്.
നെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അതായത് ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, എന്തുമാത്രം പവർ കിട്ടുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ ബാൻഡ് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഇതാണ് അതിൻ്റെ മെനുസ് വരുന്നത്. മെനു താഴേക്കും മുകളിലേക്കും ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഏകദേശം 40ഓളം മെനു സെറ്റിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ 3 വേരിയേഷനിലാണ് ഈ സംഭവം വരുന്നത്. ഈ സെറ്റിൻ്റെ പേര് UV5R8W എന്നാണ് ഇതിൻ്റെ പേര്. 8 വാൾട്ട് നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇതാണ്. ഇതിനകത്ത് 4 ഏറ്റവും ലോ ഫ്രീക്വൻസി വരുന്നത് 4 വാൾട്ടാണ്. 4 വാട്ടിൻ്റെ ഔട്ട്പുട്ട് പോകുന്നുണ്ട്. അത് കൂടാതെ ഒരു 8 വാട്ട് വരുന്നുണ്ട്. അത് കൂടാതെ പിന്നെ മിഡിലായിട്ട് മീഡിയം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഔട്ട്പുട്ട് പവർ കൂടെ ഉണ്ട് നമുക്ക് ഇതിനകത്ത്. 7 മറ്റോ ആണെന്ന് തോന്നുന്നു. കൺഫേം ആക്കിയിട്ട് പറയാം. ഇതാണ് നമുക്ക് പൊതുവായിട്ടുള്ള സംഭവം വരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ചാനൽ മോഡിൽ ഞാൻ ഇട്ട് വെച്ചു. ഇപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഫ്രീക്വൻസികൾ നിലവിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഈ ഇതിനകത്ത് സ്റ്റാറിൻ്റെ കൊടുക്കുന്ന സ്കാൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സ്കാൻ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മളൊരു ഫ്രീക്വൻസി ഇട്ട് സംസാരിച്ച് നിൽക്കുന്ന ഫ്രീക്വൻസി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. ലോക്കായിട്ട് മാറും. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഈ സ്വിച്ചുകളൊന്നും തന്നെ പ്രവർത്തിക്കില്ല. അപ്പോൾ അത് ലോക്കിംഗ് സിസ്റ്റമാണ്. നമുക്ക് ആ ഫ്രീക്വൻസി കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ലോക്കിംഗ് സിസ്റ്റമാണ്. അൺലോക്ക് ചെയ്തു നമ്മൾ. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയാണ് പൊതുവെ നമുക്ക് ഇതിനെക്കുറിച്ച് ബേസിക്കലി നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന സ്വിച്ചുകളിൽ തന്നെ ഓരോ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്, TXP കാണിച്ചിട്ടുണ്ട്, സേവ്, മെമ്മറി സേവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ എടുക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഇതിങ്ങനെ മെനു എടുത്തിട്ട് ഇപ്പം 9 കൊടുക്കുകയാണെങ്കിൽ 9ലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. അങ്ങനെ നമുക്ക് ഈ നേരത്തെ ഈ പറഞ്ഞേക്കണം മെനുവിൽ കൊടുത്തിട്ടുള്ള എല്ലാം ഇതിനകത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഇപ്പോൾ നമ്മുടെ പൊതുവെ ഹാംസും എല്ലാവരും തന്നെ ഈ ഒരു സെറ്റ് യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഒരിക്കലെങ്കിലും. അല്ലെങ്കിൽ ഇത് എല്ലാവരുടെയും കയ്യിൽ ഒരു എമർജൻസി ഹാൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിൽ എല്ലാവരും മേടിച്ച് വെക്കും. ബിക്കോസ് ഇതിൻ്റെ പ്രൈസാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതൊരു 2000, 3000, 5000 റേഞ്ചിൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ വാട്ട് ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് വിവിധ റേഡിയോ സെറ്റുകൾ നമുക്ക് ബഫോങ്ങിൻ്റെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ബഫോങ്ങിൻ്റെ UV5R8 വാട്ട് എന്ന് പറയുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വാട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മെനു എടുക്കുവാണ്. TCS, TTCS, വോയിസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. നമുക്ക് ലാംഗ്വേജ് ഏത് വേണമെങ്കിലും ഇതിനകത്ത് വോയിസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റി ഇടാം. അതേപോലെ തന്നെ ഇതാണ്
ലൈറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് വരുന്നത് 29, 30, 31. ഇതാണ് ഫ്രീക്വൻസി റേഞ്ച് സോറി ലൈറ്റിൻ്റെ സെറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള ഇത് വരുന്നത്. ബാൻഡ് UHF ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാൻഡ് UHF VHF മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇത്ര നേരം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തന്ന പ്രോഗ്രാമിംഗ് എല്ലാം ഡിലീറ്റ് ആയി പോകും. നമ്മൾ ജസ്റ്റ് അത് എക്സിറ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും വള്ളിക്കെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എക്സിറ്റ് കൊടുത്ത് ബാക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിക്കാൻ വേണ്ടി വന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ, TXP എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനകത്ത് തന്നെ നമ്മളിതിനകത്തേക്ക് സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി മിഡ്, അതേപോലെ തന്നെ ലോ, ഹൈ ജസ്റ്റ് ഞെക്കിയിട്ട് കൺഫേമിങ് കൊടുത്ത് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ നമ്മളൊരു ലോക്കൽ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റുമായിട്ട് ഒരു UHF സെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോ പവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിനകത്തുള്ളത്.